ഇനി നമ്മൾ ഒരു കൂട്ടായ്മയുടെ വിജയത്തിന്റെ വാർത്തയിലേക്കാണ്. ആ വാർത്ത വരുന്നത് കോഴിക്കോട് നിന്നാണ്. MLA ഫണ്ടോ പഞ്ചായത്ത് ഫണ്ടോ ഇല്ലാതെ നാട്ടുകാർ സ്വന്തം കയ്യിൽ നിന്ന് പണം സ്വരൂപിച്ചുണ്ടാക്കിയ ഒരു റോഡുണ്ട് കോഴിക്കോട്. കക്കാടംപൊയിൽ തോട്ടപ്പള്ളി റോഡാണ് പിരിവിലൂടെ 2 കോടി രൂപ കണ്ടെത്തി നാട്ടുകാർ കോൺക്രീറ്റ് ചെയ്തത്. പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കാതെ വന്നതോടെയാണ് നാട്ടുകാർ തന്നെ ഈ ദൗത്യം ഏറ്റെടുത്തത്. 5 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ ഉദ്ഘാടനം താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ നിർവഹിച്ചു. ദിലീഷ തലകൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. യാത്ര ദുഷ്കരമായ കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലെ കക്കാടംപൊയിൽ തോട്ടപ്പള്ളി ചെമ്പോത്തി റോഡാണ് നാട്ടുകാരുടെ ജനകീയ കൂട്ടായ്മയിൽ ഗതാഗത യോഗ്യമായത്. വാഹന ഗതാഗതം ഏറെ ദുഷ്കരമായ പ്രദേശമായിരുന്നു ഇത്. സ്കൂൾ കുട്ടികൾക്കും രോഗികൾക്കും ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റില്ല. പ്രദേശത്തുള്ള കൃഷിസ്ഥലങ്ങളിൽ നിന്ന് വിളകൾ കൊണ്ടുപോകാൻ പോലും സാധിക്കാത്ത അവസ്ഥ. യാത്രാ സൗകര്യമില്ലാത്തതിനാൽ ഒട്ടേറെ കുടുംബങ്ങൾ ഇവിടെ നിന്ന് കുടിയിറങ്ങി. പ്രദേശത്തെ അവശേഷിക്കുന്ന ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ഊരുമൂപ്പൻ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. പണ്ട് കാലത്തൊക്കെ നമ്മൾ നടന്ന് കൽക്കാട്ടിൽ ചാടി ഇങ്ങനെ നടക്കുക. ഹോസ്പിറ്റലിൽ പോയി കല്ല് ചാടി അതങ്ങ് നെൽമൂർ വരെ ഒക്കെ കല്ല് ചാടി പോകണ്ടേ. ഹൈ ഗിയറുള്ള 4 വീലർ വാഹനങ്ങൾ മാത്രമാണ് ഗതാഗതത്തിന് ഉപയോഗിക്കുന്നത്. പഞ്ചായത്തിന്റെ സാമ്പത്തിക പരിമിതി മൂലം റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ കൂട്ടായ്മ റോഡ് നിർമ്മാണമെന്ന വലിയ ദൗത്യം ഏറ്റെടുത്തത്. 3 വർഷം കൊണ്ടാണ് നാട്ടുകാർ പിരിച്ചെടുത്ത 2 കോടി രൂപ ചെലവിട്ട് 5 കിലോമീറ്റർ ദൂരം റോഡ് പൂർത്തീകരിച്ചത്. ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് ആൾക്കാർ കുടിയിറങ്ങിപ്പോകുന്ന സാഹചര്യമാണുള്ളത്. അതിനൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ ഇത് ഇറങ്ങി പുറപ്പെട്ടത്. ഇതിപ്പോൾ ഞങ്ങളൊരു 3 വർഷം കൊണ്ടാണ് ഈ ഇവിടം വരെ പൂർത്തിയാക്കിയത്. ഫാദർ സജീവ് വളവിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നവീകരിച്ച കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ നിർവഹിച്ചു. സർക്കാർ ഫണ്ട് ഇല്ലെങ്കിലും നല്ല കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ വലിയ പദ്ധതികൾ നടത്താൻ സാധിക്കുമെന്ന് ബിഷപ്പ് പറഞ്ഞു. ഗവൺമെന്റ് സഹായം ഇല്ലെങ്കിൽ പോലും നമുക്ക് വികസനങ്ങൾ സാധിക്കും എന്നുള്ളതാണ്. കൂട്ടായ്മ ഒരുമയുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട്, ഗവൺമെന്റ് വരണം. ഗവൺമെന്റ് ഒന്നും വരണ്ട, നമ്മൾ ഒരുമിച്ച് നിന്നാൽ എന്തിനേയും പ്രതിരോധിക്കാൻ കഴിയും എന്ന നല്ല ഒരു ഉദാഹരണമാണ് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ യാത്രായോഗ്യമാക്കി അതിൽ ഭംഗിയാക്കി തീർക്കാൻ ഇവർക്ക് സാധിച്ചു. ഇത് നമുക്കൊരു മാതൃകയാണ്. തോട്ടപ്പള്ളി റോഡിന്റെ പുനരുദ്ധാരണത്തോടെ പ്രദേശത്തെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായിരിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കാർഷിക വിളകൾ വിപണിയിലെത്തിക്കാനും ഈ റോഡ് വലിയ ആശ്വാസമാണ്. എല്ലാത്തിലും ഉപരി ഇതൊരു കൂട്ടായ്മയുടെ നല്ല മാതൃകയുമാണ്. ദിൽഷ തിലകൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.